ഉത്രാവധക്കേസ് പ്രതി സൂരജ് പരോൾ ലഭിക്കാൻ വ്യാജരേഖ നൽകിയതിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് പോലീസ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തിരുത്തിയതിലാണ് പരിശോധന. കൈയക്ഷരം ആരുടേതെന്ന് സ്ഥിരീകരിക്കാനാണ് നടപടി. പരോളിനായി വ്യാജരേഖ നൽകിയ സൂരജിന്റെ അമ്മ രേണുകയെ ചോദ്യം ചെയ്തിരുന്നു. രേഖ ആരോ തിരുത്തിയെന്നാണ് ഡോക്ടർ പറയുന്നത്. രേണുകയ്ക്ക് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. രുനു ശ്രീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രുനു ശ്രീധർ, ആരാണ് തിരുത്തിയത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? അരുൺകുമാർ, ഈ ഉത്തരാക്കേസ് പ്രതി സൂരജിന് പരോള് നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യാജരേഖ സൂരജിന്റെ അമ്മയാണ് ഈ ജയിൽ അധികൃതർക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഉത്രയുടെ അതായത് ഭർത്താവ് സൂരജിന്റെ അമ്മയെയാണ് ഇപ്പോൾ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്, പൂജപ്പുര പോലീസ്. പക്ഷേ ഈ സൂരജിന്റെ അമ്മയെ ചോദ്യം ചെയ്തതിൽ ഒരു കാരണവശാലും അവർ അംഗീകരിക്കുന്നില്ല. താൻ തിരുത്തിയിട്ടില്ല, ഡോക്ടർ നൽകിയ അതേ രേഖ തന്നെയാണ് സമർപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടറെയും ചോദ്യം ചെയ്തിരുന്നു. ഡോക്ടർ പറയുന്നത് തിരുത്തിയിട്ടുണ്ട്, കൃത്യമായി തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒരു ശാസ്ത്രീയ പരിശോധന വേണം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൈയക്ഷരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയ പരിശോധന നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ സൂരജിന്റെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തത്. വിശദമായിട്ടുള്ള മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ താൻ ഒരിക്കലും അതിലൊരു കൃത്രിമത്വം കാണിച്ചിട്ടില്ല, ഡോക്ടർ നൽകിയ അതേ രേഖ തന്നെയാണ് സമർപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അരുൺകുമാർ, ഓക്കെ, എന്തായാലും ശാസ്ത്രീയ പരിശോധന ഉടൻ ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പാമ്പിനെ വെച്ച് ഭാര്യയെ കൊന്ന ഒരു കൊലയാളിയാണ്, ഒരു ക്രിമിനലാണ്. അയാൾക്ക് പരോളിൽ ഒരു വ്യാജരേഖ നൽകാനാണോ ഇത്ര ബുദ്ധിമുട്ട്? അതൊക്കെ എളുപ്പം നടത്തും. പക്ഷേ ഇതൊക്കെ നാട്ടിൽ നിന്ന് ആരാ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്.